അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ 7ാമത്തെ പാഠം സൂമു തസിഹു. ഇങ്ങനെ നോമ്പെടുത്താൽ ആരോഗ്യം കുറയില്ലേ? ഷമ്മാസ് ഉപ്പയോട് ചോദിച്ചു. തിങ്കൾ വ്യാഴം ദിവസങ്ങളിലും അയ്യാമുൽ ബീദിലും ഉപ്പ നോമ്പെടുക്കും. നോമ്പെടുത്താൽ ആരോഗ്യം കൂടും ഉപ്പ പറഞ്ഞു. നോമ്പെടുക്കുക, നിങ്ങൾ ആരോഗ്യവാന്മാരാകുമെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഉപ്പ പറഞ്ഞു, സുന്നത്ത് നോമ്പുകളൊക്കെ അനുഷ്ഠിക്കണം, അവക്ക് നല്ല പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും അല്ലാഹു തആലയുടെ മാർഗത്തിൽ സുന്നത്ത് നോമ്പ് അനുഷ്ഠിച്ചാൽ അവനെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു തആല അകറ്റും. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്, നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും. ഷമ്മാസ്, ഏതൊക്കെയാണ് സുന്നത്തായ നോമ്പുകൾ? ഉപ്പ: അറഫ, ആഷൂറാ, താസുആ, ഷവ്വാലിലെ 6 ദിവസം, ഓരോ മാസവുമുള്ള അയ്യാമുൽ ബീദ്, അയ്യാമുസ് സൂദ്, തിങ്കൾ വ്യാഴം, ബറാത്ത് ദിനം, മിഅ്റാജ് ദിനം തുടങ്ങിയ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുകളുണ്ട്. ഷമ്മാസ്: അയ്യാമുൽ ബീദ്, അയ്യാമുസ് സൂദ് എന്താണ്? ഉപ്പ: എല്ലാ ചന്ദ്രമാസത്തിലെയും 13, 14, 15 ദിവസങ്ങളാണ് അയ്യാമുൽ ബീദ്. 28, 29, 30 ദിവസങ്ങളാണ് അയ്യാമുസ് സൂദ്. ദുൽഹിജ്ജ 9-ലെ അറഫ നോമ്പിനും മുഹറം 10-ലെ ആഷൂറാ നോമ്പിനും വലിയ പ്രതിഫലമുണ്ട്. ഷമ്മാസ്: എന്താണ് ആ പ്രതിഫലം? ഉപ്പ: അറഫ നോമ്പനുഷ്ഠിച്ചാൽ മുമ്പും ശേഷവുമുള്ള ഓരോ വർഷത്തെ ദോഷവും, ആഷൂറാ നോമ്പനുഷ്ഠിച്ചാൽ മുമ്പുള്ള ഒരു വർഷത്തെ ദോഷവും പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നോമ്പ് നോറ്റ് ശീലിക്കണം, അല്ലാഹു തആലയുടെ പ്രീതി നേടണം. അല്ലാഹു തആല ഇഷ്ടപ്പെട്ടവരിൽ അവൻ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ഷമ്മാസ്: ആമീൻ. അസ്സൗമു ജുന്നത്തുൻ, നോമ്പ് പരിചയാണ്. ഇനി അതിൻ്റെ വർക്ക് നമുക്ക് നോക്കാം. അദ്ദർസു സാബിഅ സൂമു തസിഹു, നോമ്പ് അനുഷ്ഠിക്കുക, ആരോഗ്യവാന്മാരാവുക. ചേരുമ്പടി ചേർക്കുക. യൗമു അറഫ, ഡി ആണ് ദുൽഹിജ്ജ 9, ആഷൂറാ ഇ മുഹറം 10, താസുആ എ മുഹറം 9, യൗമുൽ ബറാഅ ബി ഷഅബാൻ 15, യൗമുൽ മിഅ്റാജ് സി റജബ് 27. മൂന്നാമത്തെ വർക്ക് ഉത്തരം എഴുതുക. നുജീബ്: 1. അയ്യാമുൽ ബീദ് എന്നാൽ എന്ത്? എല്ലാ ചന്ദ്രമാസത്തിലെയും 13, 14, 15 ദിവസങ്ങളാണ് അയ്യാമുൽ ബീദ്. അയ്യാമുസ് സൂദ് എന്നാൽ എന്ത്? 28, 29, 30 ദിവസങ്ങളാണ് അയ്യാമുസ് സൂദ്. മൂന്നാമത്തെ ചോദ്യം, അറഫ നോമ്പിൻ്റെ പ്രാധാന്യമെന്ത്? മുമ്പും ശേഷവുമുള്ള ഓരോ വർഷത്തെ ദോഷം പൊറുക്കും. ആഷൂറാ നോമ്പിൻ്റെ പ്രാധാന്യമെന്ത്? മുമ്പുള്ള ഒരു വർഷത്തെ ദോഷം പൊറുക്കും. 5. അല്ലാഹു തആലയുടെ മാർഗത്തിൽ ഒരു സുന്നത്ത് നോമ്പനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന പ്രതിഫലമെന്ത്? ഉത്തരം: അവനെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു അകറ്റും. 6. ആഴ്ച തോറുമുള്ള 2 സുന്നത്ത് നോമ്പുകൾ ഏതെല്ലാം ദിവസങ്ങളിലാണ്? തിങ്കൾ വ്യാഴം. ഇനി 4ാമത്തെ വർക്ക് തഖ്സീസ്. 1. നോമ്പിൻ്റെ മഹത്വത്തെക്കുറിച്ചൊരു പ്രസംഗം തയ്യാറാക്കി ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പ്രിയപ്പെട്ട ഉസ്താദുമാരെ, കൂട്ടുകാരെ, നോമ്പിൻ്റെ മഹത്വത്തെക്കുറിച്ച് ഞാൻ ഇന്ന് അല്പം പറയാം. സുന്നത്ത് നോമ്പുകളൊക്കെ അനുഷ്ഠിക്കണം, അവക്ക് നല്ല പ്രതിഫലമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ആരെങ്കിലും അല്ലാഹു തആലയുടെ മാർഗത്തിൽ സുന്നത്ത് നോമ്പനുഷ്ഠിച്ചാൽ അവനെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് അല്ലാഹു തആല അകറ്റും. നോമ്പുകാരന് 2 സന്തോഷമുണ്ട്, നോമ്പ് തുറക്കുമ്പോഴും പരലോകത്ത് തൻ്റെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോഴും. അറഫ, ആഷൂറാ, താസുആ, ഷവ്വാലിലെ 6 ദിവസം, ഓരോ മാസവുമുള്ള അയ്യാമുൽ ബീദ്, അയ്യാമുസ് സൂദ്, തിങ്കൾ വ്യാഴം, ബറാഅത്ത് ദിനം, മിഅ്റാജ് ദിനം തുടങ്ങിയ ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുകളുണ്ട്. എല്ലാ ചന്ദ്രമാസത്തിലും 13, 14, 15 ദിവസങ്ങളാണ് അയ്യാമുൽ ബീദ്. 28, 29, 30 ദിവസങ്ങളാണ് അയ്യാമുസ് സൂദ്. ദുൽഹിജ്ജ 9-ലെ അറഫ നോമ്പിനും മുഹറം 10-ലെ ആഷൂറാ നോമ്പിനും വലിയ പ്രതിഫലമുണ്ട്. അറഫ നോമ്പനുഷ്ഠിച്ചാൽ മുമ്പും ശേഷവുമുള്ള ഓരോ വർഷത്തെ ദോഷവും, ആഷൂറാ നോമ്പനുഷ്ഠിച്ചാൽ മുമ്പുള്ള ഒരു വർഷത്തെ ദോഷവും പൊറുക്കുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു തആല നമുക്ക് നോമ്പനുഷ്ഠിക്കാൻ തൗഫീഖ് നൽകട്ടെ. ഇനി ബാക്കി കാണാം. 2. നിങ്ങൾ ഏതെല്ലാം ദിവസങ്ങളിൽ സുന്നത്ത് നോമ്പുകൾ അനുഷ്ഠിക്കാറുള്ളത്? തിങ്കൾ വ്യാഴം, മുഹറം 9, 10, അറഫ, യൗമുൽ ബറാഅ, ഷവ്വാൽ 6 നോമ്പ്, മിഅ്റാജ്, അയ്യാമുൽ ബീദ്, അയ്യാമുസ് സൂദ്.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.